ജോബ് ഓപ്പർച്യൂണിറ്റീസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടിഫിക്കേഷൻ 02/2026 പ്രകാരം ടെക്നീഷ്യൻ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ആകെ 6557 ഒഴിവുകളാണുള്ളത്. വിവിധ റെയിൽവേ സോണുകളിലും പ്രൊഡക്ഷൻ യൂണിറ്റുകളിലുമാണ് ഒഴിവ് വന്നിട്ടുള്ളത്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അതിന് മുന്നേയായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 23/5/2026 വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചത്. ഓൺലൈൻ അപേക്ഷ ആരംഭിക്കുന്ന തീയതി 30/6/2026. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 29/7/2026. ഫീസ് അടയ്ക്കാനുള്ള അവസാന തീയതി 31/7/2026. അപേക്ഷയിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് 1/8/2026 മുതൽ 10/8/2026 വരെ സാധിക്കും. വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാം. ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ 323 ഒഴിവുകളാണുള്ളത്. 7 CPC ലെവൽ 5. അടിസ്ഥാന ശമ്പളം 29,200 രൂപ. പ്രായപരിധി വരുന്നത് 18 മുതൽ 33 വയസ്സ് വരെയാണ്. വിദ്യാഭ്യാസ യോഗ്യത ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇൻസ്ട്രുമെന്റേഷനിൽ BSc അഥവാ മേൽപ്പറഞ്ഞ ബ്രാഞ്ചുകളിൽ 3 വർഷ ഡിപ്ലോമ ഓർ ഡിഗ്രി വേണം. മെഡിക്കൽ സ്റ്റാൻഡേർഡ് B1 ആവശ്യമാണ്. ടെക്നീഷ്യൻ ഗ്രേഡ് 3 6234 ഒഴിവുകളാണുള്ളത്. 7 CPC ലെവൽ 2. അടിസ്ഥാന ശമ്പളം 19,900 രൂപയാണ്. പ്രായപരിധി വരുന്നത് 18 മുതൽ 30 വയസ്സ് വരെയാണ്. വിദ്യാഭ്യാസ യോഗ്യത SSLC അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ പ്ലസ് NCVT ഓർ SCVT അംഗീകൃത ITI അഥവാ SSLC അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ പ്ലസ് കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രന്റീസ്ഷിപ്പ്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് A3 B1 B2 C1. ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവര് വിദ്യാഭ്യാസ യോഗ്യതയിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ വരുന്നത് 29/7/2026 അതിന് മുന്നേ ആയിട്ട് തന്നെ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത പൂർത്തിയാക്കിയിരിക്കണം. ഇപ്പോൾ റിസൾട്ട് കാത്തിരിക്കുന്നവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ ITI അല്ലെങ്കിൽ CCAAക്ക് പകരം ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അത് 7th CPC ലെവൽ 2ന്റെ കാര്യമാണ് പറയുന്നത്. മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റിലെ പേരും ജനന തീയതിയും കൃത്യമായിട്ട് തന്നെ നിങ്ങൾ നൽകിയിരിക്കണം. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഔദ്യോഗിക RRB വെബ്സൈറ്റ് വഴി ഓൺലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഒരു പേ ലെവലിന് ഒരു അപേക്ഷ മാത്രമേ അയക്കാൻ പറ്റുള്ളൂ. ഒരു RRB മാത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ലൈവ് ഫോട്ടോ ക്യാപ്ചർ ഉണ്ടായിരിക്കും. വെബ് ക്യാം വെച്ചിട്ടോ അല്ലെങ്കിൽ മൊബൈൽ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടോ ഒരു ലൈവ് ഫോട്ടോ ക്യാപ്ചർ ഉണ്ടായിരിക്കും. സിഗ്നേച്ചർ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. JPG ഫോമാറ്റിലോ അല്ലെങ്കിൽ JPEG ഫോമാറ്റിലോ 30 മുതൽ 49 KB സൈസ് ആണ് പറയുന്നത്. SC അല്ലെങ്കിൽ ST വിഭാഗക്കാർക്ക് സൗജന്യ യാത്രാ പാസിനായിട്ട് SC ഓർ ST സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കണം. നോട്ടിഫിക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവർ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ സെക്ഷൻ വൈസ് ആയിട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് തന്നെ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. പ്രധാന RRB വെബ്സൈറ്റുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഇമെയിൽ IDയും ഫോൺ നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ പ്രവൃത്തി ദിവസങ്ങളിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലുള്ള തൊഴിൽപരമായിട്ടുള്ള വാർത്തകൾ അറിയുന്നതിന് വേണ്ടിയിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. അവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.